ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻസ് ആണ് പഠിച്ചത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലം ചെയ്തു. കുറച്ചും കൂടെ പ്രോബ്ലംസ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ 4 സ്ട്രെയിറ്റ് ലൈനാണ് പഠിച്ചത്. ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ y is equal to mx plus c. m എന്ന് പറയുന്നത് സ്ലോപ്പ്, m സ്ലോപ്പ്, c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ്. ഇതിനെയാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇവിടെ m എന്ന് പറയുന്നത് സ്ലോപ്പ്, c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ്. അടുത്തത് y is equal to mx. ഈ ലൈൻ എന്ന് പറയുന്നത് പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആൻഡ് സ്ലോപ്പ് m. y is equal to mx എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആൻഡ് സ്ലോപ്പ് m. അടുത്തത് ഇതും ഇക്വേഷൻ ഓഫ് എ ലൈൻ ആണ്. സ്ലോപ്പ് m ആണ്. പാസിംഗ് ത്രൂ x1 y1. സ്ലോപ്പ് m ആൻഡ് പാസിംഗ് ത്രൂ x1 y1. അടുത്തത് ഇത് ലൈൻ്റെ ഇക്വേഷൻ ആണ്. ഈ ലൈൻ്റെ പ്രത്യേകത പാസിംഗ് ത്രൂ x1 y1 ആൻഡ് x2 y2. x1 y1 x2 y2 എന്നുള്ള 2 പോയിന്റ്സ്, ഈ 2 പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് മറന്നു വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് x/a plus y/b is equal to 1. ഇവിടെ എക്സിൻ്റെ താഴെ വരുന്നത് എക്സ് ഇന്റർസെപ്റ്റ്, വൈയുടെ താഴെ വരുന്നത് വൈ ഇന്റർസെപ്റ്റ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഇതിൽ നിന്നും പ്രോബ്ലംസ് ചോദിക്കും. ഇവിടെ 3 പ്രോബ്ലംസ് ഉണ്ട്. ഈ 3 പ്രോബ്ലം ചെയ്യണം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ സ്ലോപ്പ് തന്നിട്ടുണ്ട്, m തന്നിട്ടുണ്ട്, y ഇന്റർസെപ്റ്റ് c തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പും y ഇന്റർസെപ്റ്റും അറിയാമെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ y is equal to mx plus c. ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. സ്ലോപ്പും y ഇന്റർസെപ്റ്റും തരപ്പോൾ ഇവിടെ സ്ലോപ്പ് 5x പ്ലസ് c എന്ന് പറയുന്നത് 3. ഇത്രയും എഴുതിയാൽ മാത്രം മതി. അടുത്ത പ്രോബ്ലത്തിൽ സ്ലോപ്പ് 1/3 ആൻഡ് പാസിംഗ് ത്രൂ x1 y1. ഇത് x1 y1, ഇത് സ്ലോപ്പ് m. അപ്പോൾ m ഉണ്ട്, x1 y1 ഉണ്ട്. അപ്പം പാസിംഗ് ത്രൂ ദി പോയിന്റ് സ്ലോപ്പ് m ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് x1 y1. ലൈൻ്റെ ഇക്വേഷൻ y minus y1 is equal to m into x minus x1 ആണ് ലൈനിൻ്റെ ഇക്വേഷൻ. പാസസ് ത്രൂ ദി പോയിന്റ് x1 y1 ആൻഡ് സ്ലോപ്പ് m. ഇവിടെ m 1/3, y മൈനസ് ഇത് y1 1 ആണ്, m 1/3, x മൈനസ് x1 0. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അടുത്തത് സ്ലോപ്പ് 3 പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ അറിയണം. y is equal to mx. ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ സ്ലോപ്പ് 3. അപ്പോൾ ആൻസർ 3x. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അടുത്ത പ്രോബ്ലം, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് എ ബി ആൻഡ് സ്ലോപ്പ് m. അപ്പോൾ ഇവിടെ x1 y1 എന്ന് പറയുന്നത് എ ബി ആണ്.
passes through the point AB, x1, y1. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഇവിടെ ബി y1 എന്ന് പറയുന്ന ബി, y മൈനസ് ബി ഇസ് ഈക്വൽ ടു m എന്ന് പറയുന്ന m തന്നെ ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പറയുന്നത് a. ഇത്ര എഴുതിയാൽ മതി. ഒരു മാർക്കിൻ്റെ പ്രോബ്ലമാണ്. ഇവിടെ രണ്ട് പ്രോബ്ലം ഉണ്ട്. ഫസ്റ്റ് പ്രോബ്ലം, റൈറ്റ് ദി ഇക്വേഷൻ ടു എ സ്ട്രൈറ്റ് ലൈൻ ഇൻ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ സ്ലോപ്പ് എം, ഇന്റർസെപ്റ്റ് സി. വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ വൈ ഇന്റർസെപ്റ്റ് ആണ്, എക്സ് ഇന്റർസെപ്റ്റ് ആണെങ്കിൽ പ്രത്യേകം പറയും. അപ്പോൾ സ്ലോപ്പ് എമ്മും വൈ ഇന്റർസെപ്റ്റ് സിയും വരുന്ന ലൈനിന്റെ ഇക്വേഷൻ, അത് സ്റ്റാൻഡേർഡ് ഫോം ആണ്. y is equal to mx plus c. ഈ എഴുതുന്നതിന് ഒരു മാർക്ക് കിട്ടും. y is equal to mx plus c എന്ന് മാത്രം എഴുതിയാൽ മതി. m സ്ലോപ്പ്, c y ഇന്റർസെപ്റ്റ്. രണ്ടാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദി ഇക്വേഷൻ ടു എ സ്ട്രൈറ്റ് ലൈൻ ഹാവിംഗ് x ആൻഡ് y ഇന്റർസെപ്റ്റ്സ് 3 and 5 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നേരത്തെ പഠിച്ചു നമ്മൾ x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും വരുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് x by a plus y by b is equal to 1. ഇതാണ് ലൈൻ ഇക്വേഷൻ. x by a plus y by b is equal to 1. a എന്ന് പറയുന്നത് x ഇന്റർസെപ്റ്റ് 3, b എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് 5. അപ്പോൾ x by 3 plus y by 5 is equal to 1. ഇത്ര എഴുതിയാൽ 3 മാർക്ക് കിട്ടും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. ഹലോ സ്റ്റുഡൻസ്, ഈ പ്രോബ്ലം ഈ ലൈനിൻ്റെ രണ്ട് ലൈൻസ് ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് ഈ പ്രോബ്ലം. ഫസ്റ്റ് ലൈനിൽ സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് m ആണ്. m is equal to 3 ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് x1 y1. 1 4 ആണ്. 1 4 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ, അതിൻ്റെ സ്ലോപ്പ് m is equal to 3. അപ്പോൾ ഈ പോയിന്റ് x1 y1. x1 y1 1 4. അപ്പോൾ ഇവിടെ എന്ത് പറയാം നമുക്ക്? ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹാവിംഗ് സ്ലോപ്പ് m ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് x1 y1. ലൈൻ്റെ ഇക്വേഷൻ ഇതാണ്. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. x1 y1 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു, സ്ലോപ്പ് m ഇസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. y മൈനസ് 4 is equal to m 3 into x minus x1 എന്ന് പറയുന്നത് 1 ആണ്. ഇത് x1 1 y1 4. ഇതാണ് ആൻസർ. അടുത്ത രണ്ടാമത്തെ നോക്കാം നമുക്ക്. രണ്ടാമത്തെ സ്ലോപ്പ് 0, m is equal to 0. x1 y1 തന്നിട്ടുണ്ട്. -1 2. ഇനി ലൈനിൻ്റെ ഇക്വേഷൻ എഴുതണം. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. y മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 ആണ്. y1 ഈസ് 2. m 0 ആകുമ്പോൾ ഇത് മൊത്തത്തിൽ 0 ആവും. y ഇസ് ഈക്വൽ ടു 2. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങളത് ചെയ്ത് പഠിക്കുക. അടുത്ത പ്രോബ്ലമാണ്, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. അതായത് ലൈൻ പാസിംഗ് ത്രൂ -2 3 ആൻഡ് 2 -5. അപ്പോൾ ലൈൻ പാസിംഗ് ത്രൂ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് x1 y1. ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതണം. ആ ലൈൻ x1 y1 എന്നുള്ള പോയിന്റിൽ കൂടെയും x2 y2 എന്നുള്ള പോയിന്റിൽ കൂടെയും പാസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ലൈനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. y മൈനസ് y1 ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. y2 minus y1 by x2 minus x1 into x minus x1. y minus y1 is 3.
is equal to y2 minus y1, y2 minus 5 minus y1 is 3 divided by x2 minus x1, x2 is 2 minus x1 is minus 2, y2 minus 5 ആണ് minus y1, y1 3 divided by x2, x2 2 ആണ് അവിടെ കിടപ്പുണ്ട് x2 2 minus x1 is minus 2, 2 minus minus 2 into x minus minus 2. ഇതൊന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. y minus 3 is equal to ഇത് minus 8 എന്ന് വരും. ഇത് 4, 2 plus 2 4 into x plus 2. വേണമെങ്കിൽ നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇതും ആൻസർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അടുത്തത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻസ് ഡിസ്ക്രൈബ്ഡ് ബിലോ പാസിംഗ് ത്രൂ ദി പോയിന്റ് 0, 2 and 4, 0. ഇപ്പോൾ 2 പോയിന്റ്സ് ഉണ്ട്. ഒരു പോയിന്റ് x1, y1, അടുത്ത പോയിന്റ് x2, y2. ഈ 2 പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. y മൈനസ് y1 is equal to y2 minus y1 divided by x2 minus x1 into x minus x1. y minus y1, y1 എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, y minus 2 is equal to y2 minus y1, y2 0. So 0 minus y1 is 2 by x2 minus x1, x2 4 ആണ്, 4 minus x1 is 0 into x minus 0, x1 is 0. y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x1. അപ്പോൾ ഇത് y minus 2 is equal to ഇത് minus 2 എന്ന് വരും by 4 into x. ഇത് ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. അപ്പം സ്ട്രെയിറ്റ് ലൈനിൻ്റെ 4 ടൈപ്പ് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ പ്രോബ്ലംസും ചെയ്തു. അപ്പം ലൈനിൻ്റെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കഴിഞ്ഞു. അടുത്ത നമുക്ക് അത് ഇൻ്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ്, 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ്, ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻറ്റ്സ്, ഇതിനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തോടെ ഈ ക്ലാസ് കഴിഞ്ഞു. സ്ട്രെയിറ്റ് ലൈനും അതിൻ്റെ ഇക്വേഷൻസും ഉള്ള ക്ലാസ് കഴിഞ്ഞു.